നവകേരളത്തിന്റെ അക്ഷരവെളിച്ചമാകാൻ നിയോഗിക്കപ്പെട്ട പ്രിയ നേതാവിന് ജന്മനാടിന്റെ സ്നേഹാദരം. കേരളത്തിന്റെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീന് ജന്മനാടായ തിരൂർ മുറിവഴിക്കലിൽ ഒരുക്കിയ പൗരസ്വീകരണം വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. മേളപ്പെരുക്കത്തിന്റെയും മാനത്ത് വർണ്ണവിസ്മയം തീർത്ത കരിമരുന്നിന്റെയും അകമ്പടിയോടെയാണ് നാട് മന്ത്രിയെ വരവേറ്റത്. ഘോഷയാത്രയോടൊപ്പം നടക്കുമ്പോഴും മന്ത്രി നാട്ടുകാരുടെ ഇടയിലായിരുന്നു. എല്ലാവരോടും കുശലം പറഞ്ഞും ലോഹ്യം പുതുക്കിയും നാട്ടുകാരിൽ ഒരുവനായി അദ്ദേഹം തുടർന്നു. സ്വീകരണവേദിയിലെത്തിയപ്പോൾ മുതിർന്നവരുടെ ആശ്ലേഷവും ഏറ്റുവാങ്ങി. ബാല്യകാല സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അമരക്കാരനായി N. ഷംസുദ്ദീൻ കാൽവെച്ചപ്പോൾ ജന്മനാടിന് അത് കേവലമൊരു സ്വീകരണ ചടങ്ങായിരുന്നില്ല. ഒരു കുടുംബാംഗത്തിന്റെ വൻ വിജയത്തിൽ ഒത്തുചേർന്ന വലിയൊരു കൂട്ടായ്മയുടെ ആനന്ദക്കണ്ണീരിന്റെ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. നിമിഷങ്ങളായിരുന്നു. കൈപിടിച്ചു വളർത്തിയ മുതിർന്നവരും കൂടെ പഠിച്ച ചെങ്ങാതിമാരും സംഗമിച്ചപ്പോൾ സ്വീകരണവേദി വികാരം മുറ്റി നിൽക്കുന്നതായി മാറി. ഹൈസ്കൂളിൽ മന്ത്രിയെ പഠിപ്പിച്ച സത്യവതി ടീച്ചർ പ്രായത്തിന്റെ അവശതകളെ പോലും വകവയ്ക്കാതെ മന്ത്രിയെ അനുഗ്രഹിക്കാനെത്തി. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളിലൊരു കുട്ടിയാണ് ഈ കുട്ടി. ഈ സ്ഥാനത്ത് എത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെയും കഴിവോടെയും പ്രവർത്തിച്ചിരുന്ന ഒരു ശിഷ്യനായിട്ടാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ കർമ്മം വളരെ നന്നായി ചെയ്ത് എല്ലാവിധ ആശംസകളും എൻ്റെ മനസ്സിൽ നിന്ന് എന്നോ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കാണുമ്പോഴോ നോക്കുമ്പോഴോ ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക് കഴിയുന്നില്ല. മനസ്സിലുള്ളത് പറയാൻ കഴിഞ്ഞു. പൗരാവലി പ്രസിഡന്റ് CK സുലൈമാൻകുട്ടി മന്ത്രിയെ പൊന്നാടയണിയിച്ചു. MK അലിക്കുട്ടി ഹാജി, സത്യവതി ടീച്ചർ എന്നിവർ ചേർന്ന് ഉപഹാരം സമ്മാനിച്ചു. വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് VP സെക്കീന, റിട്ടയർഡ് പ്രധാനാധ്യാപകൻ വാസു, CM സൈനുദ്ദീൻ, VE ലത്തീഫ്, MK മജീദ് മാസ്റ്റർ, ഹൈദർ കളത്തിൽ, VM മുസ്തഫ, VV റഹീം, ഡോക്ടർ സലീം എന്നിവർ സംസാരിച്ചു. ഹൈസ്കൂൾ പഠനകാലം തൊട്ടുള്ള ഓർമ്മകൾ പങ്കിട്ടായിരുന്നു മന്ത്രിയുടെ മറുപടി പ്രസംഗം. സ്കൂളിലെ ഞാൻ രണ്ടു ഭാഗത്തുണ്ടായിരുന്നു. സ്കൂൾ ലീഡറാണ്. അപ്പൊ സ്വാഭാവികമായും സ്കൂൾ ലീഡർ
അവിടെ നടക്കുന്ന വിദ്യാർത്ഥി സമരം, എല്ലാവരും കൂടിയുള്ള സമരം, KSUം SFI MSFും എല്ലാവരും ഉണ്ട്. എന്തോ അന്നത്തെ ചില പ്രശ്നങ്ങളാണ്, സ്കൂളിലെ പൊതു പ്രശ്നങ്ങളാണ്. ഞാനന്ന് സ്കൂൾ ലീഡറാണ്. സ്വാഭാവികമായും ആ സമരത്തിന്റെ ഭാഗമായി ചില ജനല് പൊളിയലും അതുപോലെ തന്നെ ബെഞ്ച് കേടുവരലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് കുട്ടികളെ സസ്പെൻഡ് ചെയ്തു. അപ്പൊ സ്കൂൾ ലീഡർ എന്ന നിലയ്ക്ക് ഞാനിതൊന്നും പൊളിക്കാൻ പോയിട്ടില്ല, പക്ഷെ പിന്നെ കുറച്ച് കുട്ടികൾ അതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തു. അപ്പൊ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാനും ആ സസ്പെൻഷനിൽ പെട്ടു. പക്ഷെ മാഷന്മാർക്കൊക്കെ എന്നോടുണ്ടായിരുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സമരത്തിനുണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ വന്ന് SSLCക്ക് അക്കാലത്ത് അന്നത്തെ മാതിരി എല്ലാവരും ജയിക്കണ full+ ഉള്ള കാലമൊന്നുമല്ല. പറവണ്ണ സ്കൂളിൽ 500 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് ഞങ്ങളുടെ ബാച്ചിൽ 11 ആളാണ് പാസ്സായത്. ആ 11 മാർക്ക് കൊണ്ട് മൂന്നാമൻ, വലിയ മാർക്കൊന്നും ഇല്ല, മാർക്ക് കൊണ്ട് മൂന്നാമനായ ഒരാളാണ്. അപ്പൊ ഈ മാഷന്മാർക്കും ടീച്ചർമാർക്കും ആ ഒരു നോട്ടം എന്റെ മേലുണ്ടാവും. ഇവനിങ്ങനെ കുഴപ്പമായി പോയാൽ ആ റിസൾട്ട് പോകുമല്ലോ എന്നുള്ള, ജയിക്കാൻ സാധ്യതയുള്ള ഒരുത്തൻ ഈ ഇങ്ങനെ പൊതുരംഗവും വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ആയിട്ട് അത് നഷ്ടപ്പെടുമെന്നുള്ള തോന്നൽ. അതുകൊണ്ടായിരിക്കാം മജീദ് മാഷൊക്കെ അന്ന് ഇപ്പൊ ഇവിടെ കടന്നുപോയ സത്യവതി ടീച്ചർ വളരെ സ്നേഹപൂർവ്വം വിളിച്ചുപദേശിക്കും, അങ്ങനെയൊന്നും പോകരുത്, അങ്ങനെയൊന്നും ചെയ്യരുത്, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. മുറിവഴിക്കലിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു നാടിന്റെ സ്നേഹാദരം. പൗരവാലി കൺവീനർ MT മുജീബ് റഹ്മാൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ MK മുജീബ് നന്ദിയും പറഞ്ഞു. എഡിറ്റർ ലൈവ്, തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.